ഹായ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ പാർട്ട് 2 മൊത്തം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന് ഇതിൽ വരികയാണെങ്കിൽ എന്താവുന്നു, നമ്മൾ ആ വീഡിയോൻ്റെ നമ്പർ ഇവിടെ കൊടുക്കും. നിങ്ങൾ എന്താക്കിയാൽ മതി, ആ വീഡിയോയിൽ അത് പോയിട്ട് കണ്ടാൽ മതി. ഓക്കെ. ഒന്നാമത്തെ സാധനം നമ്മൾ പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ഇൻ്റർമീഡിയറി ഗുഡ്സ്. രണ്ട് ഗുഡ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ കൂടുതലാക്കിയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ടോട്ടൽ ഇവിടെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 1 2 3 4 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും എന്താക്കിയാൽ മതി, 4 അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്, എന്താണ് ഇൻ്റർമീഡിയറി ഗുഡ്സ് നോക്കുക. ക്യാപിറ്റൽ രണ്ട് സാധനങ്ങളെ കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റുന്നോ, ഈ സാധനത്തെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി പറ്റും. ക്യാപിറ്റൽ ഗുഡ്സിന് ഞാനിവിടെ ഉദാഹരണം എഴുതുന്നത് ജ്യൂസ് മെഷീനാണ്, ജ്യൂസർ. ഇൻ്റർമീഡിയറി ഗുഡ്സിന് ഞാനിവിടെ ഉദാഹരണം എഴുതുന്നത് ആപ്പിളാണ്. ഇനി നോക്കുക, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം വെച്ചിട്ട് നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. അതേസമയം ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറി ഗുഡ്സ് എന്ന് പറയാം. ഇവിടെ ജ്യൂസർ നോക്ക്, മിക്സർ. ഈ മിക്സർ എന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനാണെന്ന് വിചാരിക്കുക. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, മിക്സി ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതെന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. എന്നാൽ ആ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, ആപ്പിൾ. ഓക്കെ, ഇതെന്താണ്, ഇൻ്റർമീഡിയറി ഗുഡ്സ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഇൻ്റർമീഡിയറി ഗുഡ്സ് എന്ന് പറയാം. അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് വെച്ചായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്താക്കാൻ പറ്റും, വേറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ദ ഗുഡ്സ്, ആദ്യം നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദ ഗുഡ്സ് വിച്ച് ഈസ് യൂസ്ഡ്. ദ ഗുഡ്സ് ഒരു വസ്തുവാണ്, വിച്ച് ഈസ് യൂസ്ഡ് അത് ഉപയോഗിക്കപ്പെടുന്നു. ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ പ്രൊഡക്റ്റ്. മറ്റു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിനാണോ ഈ ജ്യൂസർ ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഗുഡ്സ് വസ്തുക്കൾ ലൈക്സ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, അസംസ്കൃത വസ്തുക്കൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഇൻ ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ്, ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ജ്യൂസിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുന്ന സാധനമാണ് അത് ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം. നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്താക്കാമെന്നോ, നമ്മൾ തയ്യൽ മെഷീന്, അത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഒരു ഉദാഹരണമാണ്. അതേസമയം ക്ലോത്ത്, ശീല എന്താണ്, ഇൻ്റർമീഡിയറി ഗുഡ്സിൻ്റെ എന്താണ് ഉദാഹരണമാണ്. ശീല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഷർട്ട് ഉണ്ടാക്കുന്നത്. ആ ഷർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്, ഈ തയ്യൽ മെഷീൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ഗുഡ്സും ഇൻ്റർമീഡിയറി ഗുഡ്സും തമ്മിലുള്ള മാറ്റം. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ക്യാപിറ്റൽ ഗുഡ്സ് എപ്പോഴും എന്തായിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. അതേസമയം ഇൻ്റർമീഡിയറി ഗുഡ്സ് ചിലപ്പം ഡ്യൂറബിൾ ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, നോൺ ഡ്യൂറബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാറാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ അത് ഡ്യൂറബിളാണ്. അതേസമയം എന്താണ്, അത് ഇൻ്റർമീഡിയറി ഗുഡ്സുമാണ്. ഡ്യൂറബിളാണ്, ഇൻ്റർമീഡിയറി ഗുഡ്സാണ്. അതേസമയം നമ്മൾ ജ്യൂസിൽ ഉപയോഗിക്കുന്ന ആപ്പിൾ ഇൻ്റർമീഡിയറി ഗുഡ്സാണ്. പക്ഷെ അതെന്തല്ല, ഡ്യൂറബിൾ അല്ല, നോൺ ഡ്യൂറബിളാണ്. കുറേ കാലത്തേക്ക് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. ഇനി അടുത്ത സാധനം നമ്മൾ പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 100 - 4p ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് 8p - 20. ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇത് നമുക്ക് ഏറെക്കുറെ എല്ലാ എക്സാമിനും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് കേട്ടോ. നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം QD = QS, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് സമം ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ.
ഇക്വിലിബ്രിയാണ് ഈ പറഞ്ഞത്. ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന എല്ലാ സാധനവും മാർക്കറ്റിൽ എന്താവും, വിറ്റുപോകും. ഒരു മാർക്കറ്റിൽ എത്ര സാധനമാണോ കച്ചവടം ചെയ്യാൻ വേണ്ടി ആളുകൾ കൊണ്ടുവരുന്നത് അതിൻ്റെ എണ്ണവും എത്ര ആളുകളാണോ സാധനം വാങ്ങാനുള്ളത് അല്ലെങ്കിൽ എത്ര സാധനമാണോ വാങ്ങിപ്പോകുന്നത് അതിൻ്റെ എണ്ണം തുല്യമായിരിക്കും. അതാണ് ഇവിടെ ഈ പറഞ്ഞത് ക്യു ഡി സമം ക്യു എസ്, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് സമം ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ. ഈ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇക്വിലിബ്രിയം എന്ന് പറയുക. ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത അവിടെ കൊണ്ടുവന്ന എല്ലാ സാധനവും എന്താവും, കച്ചവടമാവും, ആർക്കും കിട്ടാത്തത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, ഇവിടെ ക്യു ഡി എന്ന് പറയുന്നത് എത്രയാണ്, 100 - 4p. ക്യു എസ് എത്രയാണ്, 8p - 20. ഇങ്ങനെയാണ് ഇവിടെ കണക്ക് തന്നിട്ടുള്ളത്. അപ്പം 100 - 4p എന്ന് പറഞ്ഞത് എത്രയാണോ അത്ര തന്നെയാണ് 8p - 20 എന്ന് പറഞ്ഞതും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പീൻ്റെ വില കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ എന്തായി, പ്രശ്നം സോൾവായി. പീൻ്റെ വില മാത്രം എന്താക്കിയാൽ മതി, കണ്ടെത്തിയാൽ മതി. പീൻ്റെ വില കണ്ടെത്താൻ നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് പിന്നെ മാത്സ് നമ്മൾ സാധാ ഉപയോഗിക്കുന്നൊരു തിയറിയാണ്. ഇപ്പോൾ ഈ സമത്തിൻ്റെ പിന്നെ ഇപ്പുറത്തുള്ള സാധനം പ്ലസ് ആണെങ്കിൽ അത് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താവും, മൈനസ് ആവും. ഇനി സമത്തിൻ്റെ അപ്പുറത്തുള്ളത് മൈനസ് ആണെങ്കിൽ അത് അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താവും, പ്ലസ് ആവും. ഈ ഒരു തിയറിയാണ്, ഈ ഒരു സാധനമാണ് നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് പിന്നെ സംഖ്യകൾ രണ്ടും ഒരുമിച്ചാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ പി വെച്ചിട്ടുള്ള സാധനം അതും എന്താണ് നമ്മൾ ഒരുമിച്ചായിട്ട് എഴുതുകയാണ്. അപ്പോൾ നോക്കിക്കോ, അത് അവിടെ 100, ഇവിടെ 8 പറഞ്ഞിട്ടുള്ളത്, 100ഉം 8ഉം നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. 100ഉം 20ഉം നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. ഈ 2 പിയും നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. അപ്പം 100 ഈ പിന്നെ സമത്തിൻ്റെ അപ്പുറത്തുള്ള മൈനസ് പി എന്താണ്, ഇവിടെ പി എന്താണ്, മൈനസ് പി ആണ്. അത് ഈ സമത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താവുന്നു, അത് +20 മാറും. ഉണ്ടോ, +20 മാറി. കാരണം എന്താ, ഇത് ഇവിടെ ഉള്ളത് എന്താണ്, ഇതിൻ്റെ അപ്പുറത്തുള്ളത് -20 അത് പുറത്തേക്ക് എത്തിയപ്പോൾ എന്തായി, +p ആയി. ഇനി നോക്കുക, നെക്സ്റ്റ് ഇതിവിടെ -4p അല്ലേ, അത് ഈ മൈനസ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താവുന്നത്, +p ആവട്ടോ, +p 8p. ഇത് ഓൾറെഡി ഈ 8p ഓൾറെഡി എന്താണ് പിന്നെ സമത്തിൻ്റെ അപ്പുറത്താണുള്ളത്, അതുകൊണ്ട് എന്താവില്ല, അതിൻ്റെ ഇത് മാറൂല. അപ്പോൾ നോക്കുക, 100ഉം 20 എത്രയാണ്, 120 സമം എത്ര, 12p. 120 എന്ന് പറഞ്ഞാൽ 12p ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, 12p എന്ന് പറയുമ്പം 120 ഡിവൈഡ് ബൈ 12p സമം 120 ബൈ 10. 12p എന്തിനോട് തുല്യമാണ്, 120നോട് തുല്യമാണ്. അപ്പോൾ ഒരു പി എത്ര ആയിരിക്കും, 10 ആയിരിക്കും. ഒരു പി എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഈ 10നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അവിടെ 2 സാധനമാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇക്വിലിബ്രിയം പ്രൈസും പിന്നെ ഒന്ന് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും. അതിൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്താക്കി നമ്മൾ കണ്ടെത്തി, 10 ഇക്വിലിബ്രിയം പ്രൈസ് വരുന്നത്. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണ് നോക്കുക. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എങ്ങനെ കാണാം, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, 100 - 4p എന്നല്ലേ. ഒരു പി എത്രയാണ്, 10 ആണ്. അപ്പോൾ 4p എത്ര നോക്കുക, 100 - 4p സമം 40 സമം 60. ഇനി അടുത്ത് നോക്കുക, 8p - 20 ആണെന്ത്, പിന്നെ ക്വാണ്ടിറ്റി QS എന്ന് പറഞ്ഞത്. 8p എന്ന് പറഞ്ഞാൽ എത്ര, 60. 8p 80, 8p 80 -20, 80 20 വർഷം എത്രയാണ്, 60. ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞ സാധനം. അപ്പം 60 ഇക്വിലിബ്രിയം പ്രൈസ് വരുന്നത്. പിന്നെ ഇക്വിലിബ്രിയം പ്രൈസ് വരുന്നത് എത്രയാണ്, 10. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണ് പറഞ്ഞത്, 60. അതായത് 60 സാധനം മാർക്കറ്റിലേക്ക് 10 രൂപയിൽ കൊണ്ടുവന്നാൽ വാങ്ങാനുള്ള ആളുകളും വാങ്ങുന്ന സാധനത്തിൻ്റെ എണ്ണവും വിൽക്കുന്ന സാധനത്തിൻ്റെ എണ്ണവും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ സെക്ടർ ഇൻ ആൻ എക്കോണമി അക്കോർഡിംഗ് ടു ദ മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ മൈക്രോ അല്ല കേട്ടോ, മാക്രോ എന്നാണ്.
മാക്രോ എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ, മാക്രോൻ്റെ കാഴ്ചപ്പാടിൽ പ്രധാനപ്പെട്ട 4 സെക്ടറുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 4 സെക്ടറുകൾ നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒന്ന് ഹൗസ് ഹോൾഡാണ്, ഹൗസ് ഹോൾഡ്, പിന്നൊന്ന് ഫേം, പിന്നൊന്ന് ഗവൺമെൻറ്, പിന്നൊന്ന് എക്സ്റ്റേണൽ. മാക്രോൻ്റെ കാഴ്ചപ്പാടിലുള്ള 4 സെക്ടറുകളാണ് പറഞ്ഞത്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്, ഫേം എന്ന് പറഞ്ഞ സ്ഥാപനം, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെയാണ്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രത്തിലുള്ള കുറേ ആളുകൾ എന്താകുന്നുണ്ട്, പുറത്ത് പോയിട്ട് എന്താക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ദ ഫോളോയിങ് ചാർട്ട് ഷോസ് ദ ലിങ്കേജ്. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താ? കണക്ഷനുകൾ ഡ്യൂ ടു ദ ഇൻ്റർനാഷണൽ ട്രേഡ്. അതായത് നമ്മുടെ രാഷ്ട്രം മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ഡ്യൂ ടു ഇൻ്റർനാഷണൽ ട്രേഡ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഇൻ്റർനാഷണൽ വ്യാപാരത്തിലൂടെയാണ് എന്താവുന്നത്, നമ്മൾ പരസ്പരം എന്താവുന്നത്, ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലൊക്കെ എന്താവുന്നുണ്ട്, ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ ബന്ധം ഉണ്ടാക്കുന്ന കണക്ടറുകൾ ഏതൊക്കെയാണ്? പിന്നെ ഒന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ 2 കൂടെ ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബാക്കിയുള്ള 2 ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ഉള്ളത് ഒന്ന് ഔട്ട്പുട്ട് മാർക്കറ്റാണ്, ഔട്ട്പുട്ട് മാർക്കറ്റ്. പിന്നെ ഇത് ലേബർ മാർക്കറ്റ്. എന്താ സംഭവം എന്നറിയോ? സിമ്പിളാണ്. ഔട്ട്പുട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിലെ സാധനങ്ങൾ പുറം രാഷ്ട്രത്തിൽ കൊണ്ടിട്ട് എന്താവുന്നു, കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ആ കച്ചവടം ചെയ്യാനുള്ള അനുമതി ബന്ധങ്ങളൊക്കെ ആയില്ലേ? ഓക്കെ. അതേമാതിരി തന്നെ അവിടെയുള്ള സാധനങ്ങൾ, ചൈനയുള്ള സാധനങ്ങൾ എന്താകുന്നുണ്ട്, നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് എന്താ ഔട്ട്പുട്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്മളെ നാട്ടിലത്തെ ആളുകൾ ചൈനയിൽ കൊണ്ടുപോയിട്ട് ചൈനയിൽ പോയിട്ട് ബിസിനസ് നടത്താണ്, ചൈനയിലുള്ള ആളുകൾ എന്താണ് ഇവിടെ വന്നിട്ട് ബിസിനസ് നടത്താണ്. അപ്പോൾ അങ്ങനെ ബന്ധമായില്ലേ? 3ാമത്തെ സാധനം ലേബർ മാർക്കറ്റാണ്. ലേബർ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിൽ. നമ്മളെ നാട്ടിലത്തെ ആളുകൾ എന്താകുന്നത്, പുറം രാഷ്ട്രത്തിൽ പോയിട്ട് എന്താക്കുന്നുണ്ട്, തൊഴിൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ള രാഷ്ട്രത്തിലെ ആളുകൾ എന്താകുന്നുണ്ട്, നമ്മുടെ നാട്ടിലും വന്നിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്തായി, പരസ്പരം ബന്ധങ്ങളായില്ലേ? അപ്പോൾ അതാണ് ചോദിച്ചത്. ഇനി അടുത്തത് നോക്കുക. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി. അതായത് നമുക്കറിയാം പ്രധാനമായിട്ടും 3 ടൈപ്പ് എക്കോണമിയാണുള്ളത്. ഒന്ന് സെൻട്രലി പ്ലാൻഡ് എക്കോണമി, പിന്നൊന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, പിന്നൊന്ന് മിക്സഡ് എക്കോണമി. ഇങ്ങനെ 3 സാധനമുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബിലുണ്ട്, 1ാമത്തെ ചാപ്റ്ററിൽ. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്താവും കിട്ടും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് ആകെ 2 മാർക്കിനെ ചോദ്യമുള്ളൂ. അപ്പോൾ ആ 2 മാർക്കിന് നമ്മൾ എന്താക്കിയാൽ മതി, ഏതെങ്കിലും 2 ഫീച്ചറുകൾ, 2 സ്വഭാവങ്ങൾ എന്താക്കിയാൽ മതി, മാത്രം എഴുതി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ നോക്കുക, സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ആരാണ്? ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഗവൺമെൻറ്റിനായിരിക്കും. സെൻട്രലി പ്ലാൻഡ് എക്കോണമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അതിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും? ഗവൺമെൻറ്റിനായിരിക്കും. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ടത് നോക്കുക, ജനങ്ങളുടെ ക്ഷേമം, അതായത് ജനങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മെയിനായിട്ട് ഇതിനുണ്ടാകുക. 3ാമത്തൊന്ന്, ഇതിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതായിരിക്കും ഒരു സെൻട്രൽ കമ്മിറ്റി ആയിരിക്കും. 3 കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും എന്താക്കിയാൽ മതി, 2 മാത്രം എഴുതിയാൽ മതി. അടുത്ത ചോദ്യം 16 മുതൽ 20 വരെ ഏതെങ്കിലും 4 മാത്രം എന്താക്കിയാൽ മതി, എഴുതിയാൽ മതി. 5 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, ഏതെങ്കിലും 4 എഴുതിയാൽ മതി. 3 മാർക്കാണ്. മാർക്ക് നമ്മൾ എപ്പോഴും നോക്കണം കേട്ടോ. കാരണം മാർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറക്കൊക്കെ വേണ്ടത്. ഓക്കെ. ഇനി ഇവിടെ ചോദ്യം എന്താണെന്ന് അറിയോ? റൈറ്റ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ഇൻ റിലേഷൻ വിത്ത് ദ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുറവ്, സെൻട്രൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പം നമ്മുടെ നാട്ടിൽ സാധനങ്ങൾ കുറവാണ് എന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ 3 മാർക്കിനായതുകൊണ്ട് നമ്മൾ എന്താണ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടാണ്. എന്നാൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. എന്നാൽ ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള എല്ലാ സാധനങ്ങളും എന്തില്ല, എല്ലാ മനുഷ്യന്മാരും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനുള്ള സൗകര്യം എന്തില്ല, ഇവിടെ ഇല്ല. അല്ലെങ്കിൽ സാധനങ്ങൾ എന്തില്ല, ഇവിടെ ഇല്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞത്.
പിന്നെ അത് മാത്രമല്ല, ആകെയുള്ള സ്ഥലത്തിന് തന്നെ എന്തുണ്ട്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതല്ലെങ്കിൽ ആകെയുള്ള വസ്തുക്കൾക്ക് തന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളിനി പൈസ എന്ന് ചിന്തിച്ചാലും മതി. നമ്മളെല്ലാ ആഗ്രഹങ്ങളും തീർക്കാൻ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മളെ കയ്യിൽ ആകെ കുറച്ച് പൈസ അല്ലേ ഉള്ളൂ. ഉള്ള പൈസക്ക് തന്നെ ഒരുപാട് എന്തുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഇതന്നെയാണ് എല്ലായിടത്തും നേരിടുന്ന പ്രശ്നം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ പിന്നെ ആ സെൻട്രൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും 3 ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് പിന്നെ വാട്ട് പ്രൊഡ്യൂസ് എന്തുൽപ്പാദിപ്പിക്കും, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക. ഈ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് 2 രൂപത്തിൽ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒന്ന് തൊഴിലാളികളെ കൂട്ടിയിട്ട് മെഷീൻ്റെ എണ്ണം കുറക്കുക. ഇതിനാണ് നമ്മൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയാം. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, മെഷീൻ്റെ എണ്ണം കൂടിയിട്ട് തൊഴിലാളികളുടെ എണ്ണം കുറക്കുക. ഇതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയാം. പിന്നെ ഒന്നുള്ളത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കും വേണ്ടി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. പാവങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുകയോ അതല്ല മുതലാളിമാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താക്കാമെന്നോ നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ 1ാമത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താവുന്നുണ്ട്, ഈ സാധനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വേഗം എന്താക്കിയത് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളത് അടുത്തത് 17ാമത്തെ ഇതിലേക്കാണ് പോകുന്നത്. 17ാമത്തെ ചോദ്യം, മാർക്ക് ഇക്വിലിബ്രിയം പോയിൻ്റ് ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ് ആൻഡ് എക്സസ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ എക്കോണമി. 2 സെക്ടർ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫേമും ഹൗസ് ഹോൾഡാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇതിനാണ് നമ്മൾ 2 സെക്ടർ എക്കോണമി എന്ന് പറയാം. അത് ഗവൺമെൻറ്റും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്തായി 3 സെക്ടർ എക്കോണമി ആയി. അപ്പം ഇവിടെ ഇത് അഗ്രിഗേറ്റ് സപ്ലൈ ആണ്, ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. സപ്ലൈയും ഡിമാൻഡും എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ മാർക്ക് ഇക്വിലിബ്രിയം പോയിൻ്റ് ഇതാ, ഈ വരയും കൂട്ടിമുട്ടുന്നത് എവിടെയാണ്, ഇവിടെ. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്. ഓക്കെ, സപ്ലൈയും പിന്നെ ഡിമാൻഡും കൂട്ടിമുട്ടുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയാം. ആ ഇക്വിലിബ്രിയം പോയിൻ്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയോ, ഡെഫിഷ്യൻ്റ് ഡിമാൻഡ് എപ്പോഴാണ് കുറവാകുന്നത്, എക്സസ് ഡിമാൻഡ് എപ്പോഴാണ് കൂടുന്നത്, ആ സാധനം എന്താക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അടയാളപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് സപ്ലൈ അല്ലേ, ഇത് സപ്ലൈൻ്റെ ലൈനാണ്, ഇത് ഡിമാൻഡിൻ്റെ ലൈനുമാണ്. ഇവിടെ കണ്ടോ സപ്ലൈ കുറവ്. നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ 0, 10, 20, 30, 40 ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്ക്, സപ്ലൈ 0 ആയ സമയത്ത് ഡിമാൻഡ് എത്രയുള്ളത്, ഒരു 20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് കൂടുതലാണ്, ഡിമാൻഡ് കൂടുതലാണ്. ഇവിടെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എക്സസ് ഡിമാൻഡ് എന്ന് പറയാം. എക്സസ് ഡിമാൻഡിൻ്റെ അർത്ഥം എന്താ, ഡിമാൻഡ് കൂടുതലാണ്. ഇനി നിങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ നോക്ക്, ഇവിടെ സപ്ലൈ മേലെയാണ്, ഡിമാൻഡ് താഴെയാണ്. സപ്ലൈ മേലെയാണ്, ഡിമാൻഡ് താഴെയാണ്. അതിൻ്റെ അർത്ഥം അതെന്താണ്, ഡിമാൻഡ് കുറവാണ്, സപ്ലൈ കൂടുതലാണ്. ഇതിനാണ് ഈ ഏരിയക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡെഫിഷ്യൻ്റ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താക്കുക, അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി 18ാമത്തെ ചോദ്യം, ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കിയിട്ടുണ്ടെന്നോ, പിന്നെ ഇൻഡിഫറൻസ് കർവ് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ 3 മാർക്കിനായതുകൊണ്ട് ആ ഇൻഡിഫറൻസ് കർവിൻ്റെ 3 പ്രത്യേകതകളാണ് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇൻഡിഫറൻസ് കർവ് ഇതാ ഇങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവുക. അതിൽ 1ാമത്തെ പ്രത്യേകത, ഇത് താഴോട്ട് പിന്നെ ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് ലെഫ്റ്റാണ്, ഇത് റൈറ്റാണ്. ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇതെന്താവുന്നു, റൈറ്റിലേക്ക് ചെരിഞ്ഞിറങ്ങുന്നു എന്നുള്ളതാണ് 1ാമത്തത്. ഓക്കെ, 2ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കോൺവെക്സ് ടു ഒറിജിൻ. ഇതാണ് ഒറിജിന്, ഈ ഭാഗത്തിനാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയാം. എക്സും വൈ കൂട്ടിമുട്ടുന്ന സ്ഥലം ഒറിജിനിലേക്ക് ഇത് കോൺവെക്സ് ആയിട്ടാണ് നിൽക്കുക. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണേന് നമ്മൾ കോൺവെക്സ് എന്നും ഇങ്ങനെ നിൽക്കണേന് നമ്മൾ കോൺകേവ് എന്നാണ് പറയാം. ഓക്കെ, അത് കോൺവെക്സ് ആയിട്ട് എന്താവുന്നു, ഒറിജിനിലേക്ക് കോൺവെക്സ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് 2ാമത്തെ പ്രത്യേകത. 3ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 3 എന്തുണ്ട്, ഇൻഡിഫറൻസ് കർവ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ ഈ ഇൻഡിഫറൻസ് കർവിനെക്കാട്ടിയും കൂടുതൽ സംതൃപ്തി ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് കിട്ടും. ഈ ഇൻഡിഫറൻസ് കർവിനെക്കാട്ടിയും കൂടുതൽ പിന്നെ സംതൃപ്തി എന്താവും, അതിൻ്റെ മേലത്തെ ഇൻഡിഫറൻസ് കർവ് എന്താവും കിട്ടും. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഹയർ ഇൻഡിഫറൻസ് കർവ്. ഇതിനേക്കാൾ ഹയർ ആണിത്, ഇതിനേക്കാൾ ഹയർ ആണിത്. അപ്പോൾ ഹയർ ഇൻഡിഫറൻസ് കർവുമ്പോൾ എന്താവും, കൂടുതൽ യൂട്ടിലിറ്റി കിട്ടും. ഇത് 3ാമത്തെ പ്രത്യേകത. 4ാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഇപ്പോൾ ഇൻഡിഫറൻസ് കർവ് നമ്മളവിടെ വരച്ചിട്ടുണ്ട്. ഈ മൂന്ന് ഒരിക്കലും എന്താവില്ല ഇങ്ങനെ കൂട്ടിമുട്ടൂല. ഇങ്ങനെ ഒരിക്കലും എന്താവില്ല അത് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടിമുട്ടൂല. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്പീഡാക്കിയത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. ഗവൺമെൻറ് ബജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞത്. മൂന്ന് ലക്ഷ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് അലോക്കേഷൻ ഫംഗ്ഷനാണ്. അലോക്കേഷൻ ഫംഗ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഗവൺമെൻറ് ഓരോ വർഷവും ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര ഫണ്ട് എന്തായി ഈ പ്രാവശ്യം ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, പബ്ലിക് ഗുഡ്സുകൾ അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എന്താവുകയാണ് ചിലവഴിക്കുക. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഗവൺമെൻറ് അലോക്കേറ്റ് പബ്ലിക് ഗുഡ്സ് ടു ഇൻക്രീസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ വെൽഫെയർ, ക്ഷേമം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, പബ്ലിക് ഗുഡ്സിന് എന്താക്കുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്, വർദ്ധിപ്പിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യാന്ന്. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പുനർവിതരണം ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ നാട്ടിലെ മുതലാളിമാരും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളും തമ്മിലുള്ള അന്തരം, അവർ തമ്മിലുള്ള വ്യത്യാസം കുറക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എന്താവുന്ന ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടത്തും. അതെങ്ങനെയാണെന്നറിയോ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മുടെ നാട്ടിലെ വലിയൊരു മുതലാളി എന്തായിരുന്നു, ഒരു 18 കോടി കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങി. അങ്ങനെയാണെങ്കിൽ എന്താക്കുന്ന, ആ 18 കോടിമേൽ വലിയൊരു സംഖ്യ, ഒരു 18% അല്ലെങ്കിൽ 25% എന്തുണ്ടാവും എന്നറിയോ, ടാക്സ് ഉണ്ടാവും. ഈ ടാക്സ് സർക്കാർ എന്താക്കും, അവിടുന്ന് വാങ്ങിയിട്ട് പാവങ്ങൾക്ക് എന്താവും, അത് പല രൂപത്തിലും സബ്സിഡി ആയിട്ട് ഇങ്ങനെ പല രൂപത്തിലും എന്താവും കൊടുക്കും. അവരിൽ നിന്ന് നേരിട്ട് പൈസ വാങ്ങല്ല. അതേസമയം ഇങ്ങനത്തെ ഓരോ സാധനം, ഇതാണ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കൊണ്ട് എന്താവുന്നത് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഇന്നിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്നിക്വാളിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ഇതിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷനാണ്. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണപ്പെരുപ്പം, പണച്ചുരുക്കം, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകും. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് എന്താവുക, മാനേജ് ചെയ്യുക. അങ്ങനെ 3 ലക്ഷ്യമാണ് സാധാരണഗതിയിൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റോണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം നോക്കുക. എന്താണ് 20ാമത്തെ ചോദ്യം എന്നുള്ളത്? ഓക്കെ, എല്ലാ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. TFC, TVC, TC, MC. വളരെ സിമ്പിളാണ്. ഇവിടെ ആദ്യം നമ്മൾ TC ഒറ്റ സാധനം ഉണ്ടാക്കാത്ത സമയത്തും നമുക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, 100 കോസ്റ്റ് വന്നിട്ടുണ്ട്. അതിന്മേൽ നമുക്കൊരു കാര്യം മനസ്സിലായി, അതെന്താണ്, TFC ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നേരെ എന്താക്കുക, TFC മൊത്തം അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, TFC മൊത്തം എന്തായി കംപ്ലീറ്റ് ആയിട്ടോ. കാരണം ഒറ്റ സാധനം ഉണ്ടാക്കാത്ത സമയത്തും, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ഇത് ഷോർട്ട് റണ്ണിലെ സാധനമാണ്. ഷോർട്ട് റണ്ണിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് കോസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ് നമ്മൾ TC ടോട്ടൽ കോസ്റ്റ് ഉണ്ടാവുക. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്താക്കണം, ഹോട്ടലാണെന്ന് വിചാരിക്കുക. ഹോട്ടൽ എന്തായി, കൊറോണയുടെ സമയത്ത് പൂട്ടിയിട്ടിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും എന്താക്കിയില്ല, നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പൊറോട്ടക്ക് ആ സമയത്ത് 0 ആണ്. അതേസമയം ആ സമയത്ത് നമ്മൾ ഹോട്ടലിൽ എന്താക്കിയിട്ടുണ്ട്, 2000 റുപ്യ ചിലവ് വന്നിട്ടുണ്ട്. 2000 റുപ്യ എന്താ ആ സമയത്ത് ചിലവ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, അത് FC ആണ്, ഫിക്സഡ് കോസ്റ്റ് ആണെന്നാ. അതായത് റൂമിൻ്റെ വാടക, സ്ഥലത്തിൻ്റെ വാടക ഒക്കെയാണ്. അപ്പോൾ ഇതെപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇനി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിറ്റത്തെ വർഷം എന്തായിരുന്നു, നമ്മൾ 1000 പൊറോട്ട ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഇപ്പോൾ ആ പൊറോട്ടയ്ക്ക് എന്തായി 1000 റുപ്യ ചിലവായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എന്തായിരിക്കും, 3000 റുപ്യ എന്തുണ്ടാവും, നമുക്ക് ടോട്ടൽ ചിലവുണ്ടാവും. ആ 3000-ൽ 1000 എന്തുണ്ടാവുള്ളൂ, പൊറോട്ടൻ്റെ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേസമയം 2000 എന്തായിരിക്കും, അവിടുത്തെ നമ്മൾ നേരത്തെ അതേ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് കോസ്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും. പിന്നെ TC ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടിയതാണ് TC. അപ്പോൾ നമുക്ക് ഈ ഫിക്സഡ് കോസ്റ്റ് എന്താ ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനി നമുക്കിവിടെ വേരിയബിൾ കോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ആ TCന്ന് നമ്മൾ എന്താക്കിയാൽ മതി, F അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, VC കിട്ടും, വേരിയബിൾ കോസ്റ്റ് കിട്ടും. അത് അവിടെ സുഖമാണ്. നോക്കുക ഇനി, അപ്പോൾ ഇവിടെ 0 ആണ് ഉണ്ടാകുക.
ഇവിടെ ടോട്ടൽ 150 ആയത് 150 100 എന്താണ് എഫ് സി ആണെന്ന് പറഞ്ഞേ. അപ്പോൾ എത്രയും അവിടെ എന്തുണ്ടാവുള്ളൂ? 50 ഉണ്ടാവുള്ളൂ. ഇനി 150 ആണ്, അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 80 ഉണ്ടാവുള്ളൂ. സിമ്പിളല്ലേ? ഇവിടെ ടോട്ടൽ 200 ആണ്, 100 ടി എഫ് സി. അപ്പോൾ ഇതിനെ 100 ആണെന്നുണ്ടാകുക, ടി വി സി ഉണ്ടാകുക. ഇവിടെ 110, ഇവിടെ 115. വളരെ സിമ്പിളാണ് കേട്ടോ സാധനം. ഇനി നമ്മൾ അടുത്ത സാധനം എം സി ആണ്. എം സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഒരു സാധനം നമ്മൾ അധികം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അധികം വന്ന ചിലവ്. ഒരു സാധനം അധികം ഉണ്ടാക്കുന്ന സമയത്ത് അധികം വന്ന ചിലവ്, അതാണ് എഫ് സി കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെ പോട്ടെ. ഇവിടെ നോക്കുക, ഒറ്റ സാധനമില്ലല്ലോ അവിടെ. ഒരു സാധനം അധികം ഉണ്ടാക്കിയപ്പം നമുക്ക് എത്ര ഇവിടെ അധികം ചിലവ് വന്നത്? ആദ്യം 100 ഒരു സാധനം അധികം ഉണ്ടാക്കിയപ്പം 50 ചിലവ് വന്നു. ഇനി രണ്ടാമത്തെ നോക്ക്, ഇപ്പോൾ ഇവിടെ ടോട്ടൽ 150 ആയത്. 150 നമ്മൾ ഒരു സാധനം കൂടെ അധികം ഉണ്ടാക്കിയപ്പോൾ, 2 സാധനം ആക്കിയപ്പോൾ എത്ര അധികം വന്നത്? 30. അധികം വന്നതേ പരിഗണിക്കുള്ളൂ കേട്ടോ. തൊട്ട് മുമ്പേനേക്കാൾ എത്രയാണോ അധികം വന്നത് അത് മാത്രമേ പരിഗണിക്കുള്ളൂ. ഇവിടെ കണ്ടങ്ങൾ 150 അല്ലേ? 150 ഒരു സാധനം കൂടെ അധികം ഉണ്ടാക്കിയപ്പോൾ എത്ര അധികം വന്നത്? 20. 10, 5. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് മാർക്ക് കിട്ടാൻ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പിന്നെ അടുത്തത് പറയുന്നത് 21 മുതൽ 25 വരെ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.